വട്ടിയൂർക്കാവ് നെട്ടയത്ത് CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ രൂക്ഷമായ സംഘർഷത്തെ തുടർന്ന് പ്രദേശം അതീവ ജാഗ്രതയിൽ. മലമുകൾ ഭാഗത്തുണ്ടായ കല്ലേറിലും ലാത്തിചാർജിലും 5 പോലീസുകാർക്കും 4 BJP പ്രവർത്തകർക്കും പരിക്കേറ്റു. സംഘർഷം അതിരുവിടാൻ സാധ്യതയുള്ളതിനാൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വട്ടിയൂർക്കാവിലും പരിസര പ്രദേശങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ CPO ദീപുവിന് കല്ലേറിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഒരു BJP നേതാവിന്റെ ഭാര്യയെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് പരാതിയാണ് രാഷ്ട്രീയ സംഘടനമായി മാറിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് BJP നേതാവിനെ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചതോടെ തർക്കം മൂർച്ഛിച്ചു. വൈകുന്നേരത്തോടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകർ മലമുകളിൽ സംഘടിച്ചെത്തിയത് CPM പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെയാണ് തെരുവ് യുദ്ധത്തിന് സമാനമായ സാഹചര്യമുണ്ടായത്. ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെ സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കല്ലേറുണ്ടായി. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശിയതോടെയാണ് BJP പ്രവർത്തകർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാരെയും പ്രവർത്തകരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന നിരവധി പേർക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാത്രിയോടെ BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് CPM അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഏകപക്ഷീയമായാണ് പെരുമാറുന്നതെന്നും BJP നേതൃത്വം ആരോപിച്ചു. അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റേതെന്നാണ് BJP വട്ടിയൂർക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആക്ഷേപം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുമായി സഹകരിച്ച 8 കുടുംബങ്ങളെ CPM ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായുള്ള വേട്ടയാടലാണ് മലമുകളിൽ നടക്കുന്നതെന്നും BJP ആരോപിക്കുന്നുണ്ട്. ഒരു കോൺഗ്രസ് അനുഭാവിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ CPM പ്രവർത്തകർ അനാവശ്യമായി ഇടപെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇവർ പറയുന്നു. അതേസമയം പ്രദേശവാസികളായ 2 പേർ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് രാഷ്ട്രീയമായ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. വർഷങ്ങളായി രാഷ്ട്രീയ വൈരാഗ്യം നിലനിൽക്കുന്ന പ്രദേശമാണ് മലമുകൾ എന്നതിനാൽ ചെറിയ തർക്കങ്ങൾ പോലും വലിയ സംഘർഷമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് രാത്രി വൈകിയും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസുകാരെ മലമുകൾ ഭാഗത്ത് കാവലിന് നിർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമാധാന ചർച്ചകൾ നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. എങ്കിലും ഇരുവിഭാഗവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു. മതപരമായ ചടങ്ങുകളും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചലനങ്ങളും പ്രദേശത്ത് വൈകാരികമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്.